പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ. പുറപ്പാട് 15, 25, 26 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാമോ ഒരുമിച്ച്? അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നിന്റെ സകല വിധികളിലും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. യെസ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. I am the Lord that healed thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നിങ്ങളുടെ ദൈവം ആരാണ്? ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23, 24 വാക്യങ്ങൾ. 1 Peter chapter 2 verses 23 and 24. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതിരിക്കുകയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 24-ാം വാക്യം അവസാന ഭാഗം എല്ലാവരും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വലത് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. യേശുവിൻ്റെ, അങ്ങനെയല്ല, ശക്തിയോടെ വീട്ടിൽ പറയുന്ന ശബ്ദത്തിൽ, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടുത്തിരിക്കുന്ന 2 പേരെ നോക്കി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞേ. യെസ്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 12 പേരുകൾ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. എലോഹിം, സൃഷ്ടാവാം ദൈവം. അഡോനായ്, യജമാനായ ദൈവം. യഹോവ ഇരേ, കരുതലിന്റെ ദൈവം. യഹോവ നീസി, അതേ ജയത്തിന്റെ ദൈവം. യഹോവ ക്ഷമ, എന്നും കൂടെ ഇരിക്കുന്നവനായ ദൈവം. യഹോവ റോഹി, എന്റെ ഇടയനായിരിക്കുന്ന ദൈവം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടു പോകുമ്പോൾ one of the common names of Heavenly Father, ദൈവത്തിന്റെ പ്രധാനപ്പെട്ടതായ പേരുകൾ ഒന്നാണ് യഹോവ ദൈവം. യഹോവ നിന്നെ സൗഖ്യമാക്കുന്നവനായ ദൈവം. സ്തോത്രം. സൗഖ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് രക്ഷ മാത്രം പ്രസംഗിച്ചു വരുന്നതായ ഒരു സുവിശേഷകനാണ് എങ്കിൽ ഞാൻ പറയുന്നു, സോറി, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഒരു പാർഷ്യൽ ഗോസ്പലാണ്. അത് ടോട്ടൽ ഗോസ്പൽ അല്ല. അത് ടോട്ടൽ ഗോസ്പൽ ആകുന്നത് എപ്പോഴാണ്? അത് ആത്മാവ്, അത് പ്രാണൻ, അത് ശരീരത്തെ മുഴുവനായി സ്പർശിക്കുമ്പോഴാണ് അത് പൂർണ്ണ സൗഖ്യമാകുന്നത്. അല്ലാതെ എവിടെയെങ്കിലും നിന്ന് നിങ്ങൾ സ്തോത്രം, അതെ രക്ഷ മാത്രം പറയുമ്പോൾ നല്ലത്, ഞാൻ നിങ്ങളെ മാനിക്കുന്നു, കത്തുന്ന നരകത്തിൽ നിന്ന് തേജസ്സിന്റെ സ്വർഗത്തിൽ ആത്മാക്കൾ എത്തുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷെ യേശുവിന്റെ ശുശ്രൂഷ നോക്കിയാൽ, ആദിമ പിതാക്കന്മാരുടെ ശുശ്രൂഷ നോക്കിയാൽ, സഭയുടെ ശുശ്രൂഷ നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നോക്കിയാൽ, ജസ്റ്റ് രക്ഷ മാത്രമല്ല പറഞ്ഞു നടന്നത്. എവിടെയാണോ രക്ഷ പറഞ്ഞത് തൊട്ട് താഴെ അവർ സൗഖ്യവും പറയുകയുണ്ടായി. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കത്തുന്ന സ്തോത്രം നരകത്തിൽ നിന്ന് മഹത്വത്തിന്റെ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. അതിൽ സന്തോഷമുണ്ടോ? കേട്ടില്ല. അതിൽ സന്തോഷമുണ്ടോ? ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആധാർ കാർഡിലും റേഷൻ കാർഡിലുമല്ല, ജീവന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ കൃപയാൽ നമ്മുടെ പേരിനെ ദൈവം എഴുതി എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനത്തിന് ഉള്ളതാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. അഥവാ ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് ദൈവത്തിന്റെ സൗഖ്യം. ദൈവജനത്തിനുള്ളതായ ഉടമ്പടിയാണ് സൗഖ്യത്തിന്റെ ഉടമ്പടി. എങ്ങനെ പറയാൻ കഴിയും? ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ഇതാ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചതായ ആ ജനത്തെ നോക്കിയാണ് ദൈവം ഈ ഉടമ്പടി പറയുന്നത്. ശ്രദ്ധിക്ക്. സ്തോത്രം. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് മരുഭൂമിയിൽ പ്രവേശിച്ച ജനത്തെ നോക്കി ദൈവം ആദ്യം പറഞ്ഞ ഉടമ്പടി സൗഖ്യത്തിന്റെ ഉടമ്പടിയായിരുന്നു. ആമേൻ. സ്തോത്രം. മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, അത് രക്ഷയെ കാണിക്കുന്നു.
സ്തോത്രം വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് ദാറ്റ്സ് ഈക്വൽ ടു സാൽവേഷൻ, അത് രക്ഷയെ കാണിക്കുന്നു. ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് അത് സ്നാനത്തെ കാണിക്കുന്നു. അതെ, വീണ്ടെടുക്കപ്പെട്ടതായ ജനം കടലിലൂടെ ചെങ്കടലിലൂടെ നടന്നുപോയി വരികയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ മേഘത്തിലും സമുദ്രത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു എന്ന് തിരുവചനം പറയുന്നു. അവർ മോശയോട് ചേർന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ സ്നാനപ്പെട്ട് ചേർന്നത് മോശയോടല്ല, മോശയേക്കാൾ വലിയവനായ കർത്താവ് യേശുവിനോട് ചേർന്നിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ സ്നാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്താണ്? നിങ്ങൾ കർത്താവായ യേശുവിനോട് ചേർന്നിരിക്കുകയാണ്. സോ യേശു കർത്താവിനോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജനത്തിന്, ദൈവജനത്തിന് ഉള്ള ഉടമ്പടിയാണ് സൗഖ്യത്തിന്റെ ഉടമ്പടി. സൗഖ്യത്തിന്റെ ഉടമ്പടി നാട്ടുകാർക്കുള്ളതല്ല, രക്ഷിക്കപ്പെടാത്തവർക്കുള്ളതല്ല, ദൈവജനത്തിന് നിങ്ങൾക്കുള്ളതാണ് സൗഖ്യത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. പുറപ്പാട് പുസ്തകം 23:25 വീണ്ടും അതേ ജനത്തെ നോക്കി ദൈവം പറയുകയാണ്. പുറപ്പാട് 23:25 നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും, രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ആഹാരം കിട്ടിയാൽ ആക്രാന്തം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഗോ കമോൺ. കള്ളം പറയാത്ത ചിലർ വന്നിട്ടുണ്ട്. സ്തോത്രം. ആഹാരം കിട്ടിയാൽ ആക്രാന്തം മാറ്റിവെച്ച കർത്താവേ സ്തോത്രം. ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, യേശു കർത്താവേ ഈ വെള്ളം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞിട്ട് കുടിച്ചാൽ അതിൽ വല്ല ഒമിക്രോണോ എന്തെങ്കിലും സ്തോത്രം, അതെ വൈറസ് ഉണ്ടെങ്കിൽ അത് ചത്തുപോയി ദൈവത്തിന്റെ ജീവൻ അതിന്മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കും. നീ കുടിക്കുന്ന വെള്ളത്തിലൂടെ, കഴിക്കുന്ന ആഹാരത്തിലൂടെ രോഗം നിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. ഇത് ഏതോ ബിഷപ്പല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളുടെ നിങ്ങളുടെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് പകൽ സകല രോഗങ്ങളും, വാണുകൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. കാരണം നമ്മുടെ വീട് ഹോസ്പിറ്റൽ വാർഡ് അല്ല, പകരം സൗഖ്യത്തിന്റെ വീടായി തീരട്ടെ. അതെ, കാരണം കർത്താവ് അവൻ സൗഖ്യത്തിന്റെ ദൈവമാണ്. ദൈവജനത്തിനുള്ളതാണ് ഈ ദൈവിക സൗഖ്യം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നാട്ടുകാർക്കുള്ളതല്ല. സ്തോത്രം. വെള്ളമടിച്ച് ഉള്ളതല്ല ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്. അതും ദൈവത്തിന്റെ മക്കൾക്കുള്ള അവകാശമാണ് സ്തോത്രം, രോഗസൗഖ്യം എന്ന് പറയുന്നത്. ആമേൻ. ഒരു ദിവസം കർത്താവ് യേശു ക്രിസ്തു സീദോൻ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ നിങ്ങൾക്ക് വായിക്കുവാൻ ഗുണം കഴിയും. അവിടെ ഒരു സ്തോത്രം കനാന്യ സ്ത്രീ അത് യേശുവിന്റെ അടുക്കലേക്ക് നിലവിളിച്ചുകൊണ്ട് കടന്നു വന്നു. ആദ്യം യേശു ഒന്നും മിണ്ടിയില്ല. പിന്നെ അവസാനം കർത്താവ് നെഗറ്റീവ് ആൻസർ ആണ് പറഞ്ഞത്. അതല്ല എൻ്റെ ദൂത്. യേശുവിന്റെ അടുക്കലേക്ക് അവൾ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്താ പറഞ്ഞത്? മക്കൾക്കുള്ളതെടുത്ത് നായ്ക്കുട്ടികൾക്ക്, സ്തോത്രം, ജൂഡിക്കും ജിമ്മിക്കും ഇട്ടുകൊടുക്കല്ല്. മക്കൾക്കുള്ളത് എടുത്ത് അത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കല്ല്. സോ അതിനർത്ഥം രോഗശാന്തി എന്ന് പറയുന്നത് അത് സ്തോത്രം മക്കൾക്കുള്ള അപ്പമാണ്. രോഗശാന്തി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ ദൈവത്തിന് മക്കൾക്കുള്ളതായ അപ്പമാണ്. ഹേ, ഇന്ന് പകൽക്കാലം രാജാതി രാജാവ് ഒരു ടേബിൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ആ ടേബിളിൽ സ്തോത്രം കുറച്ച് അപ്പം ഇരിപ്പുണ്ട്. പക്ഷേ ഇതൊരു സിംഗിൾ പീസ് ആയിട്ടല്ല ഇരിക്കുന്നത്, അത് തകർന്നിരിക്കുന്നതായ അപ്പമാണ്. കാരണം ആ അപ്പം എന്തുകൊണ്ടാണ് തകർക്കപ്പെട്ടത്? യോഹന്നാൻ 6 സ്തോത്രം അതെ 48 നിങ്ങൾ വായിക്കുമ്പോൾ, 51 നിങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 6:36 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം. ശബ്ദം ഉയർത്തി പറഞ്ഞ യേശു ആരാണ്? ജീവന്റെ അപ്പം. ആ യേശു നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചു. യേശു ക്രൂശിൽ നിങ്ങളുടെ വേദനകളെ ചുമന്നു. യേശു നിങ്ങളുടെ ഡയബറ്റിക് വഹിച്ചു. യേശു നിങ്ങളുടെ ഷുഗർ, യേശു നിങ്ങളുടെ ബ്ലഡ് പ്രഷർ വഹിച്ചു. യേശു നിങ്ങളുടെ ക്യാൻസർ വഹിച്ചു. നിങ്ങളുടെ സകല രോഗങ്ങളെ യേശു കർത്താവ് വഹിച്ചു. അങ്ങനെ അവൻ ഉടയ്ക്കപ്പെട്ടവനായി തീർന്നു. സ്തോത്രം. ആ യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ സൗഖ്യം കടന്നു വന്നിരിക്കുന്നു.
കാരണം ദൈവം സൗഖ്യത്തിൻ്റെ കർത്താവാണ്. എനിക്ക് മാസങ്ങൾ, ആഴ്ചകളല്ല മാസങ്ങൾ ഇത് പറഞ്ഞു നിൽപ്പാൻ തക്കൊണ്ട് കഴിയും. പഴയ നിയമത്തിലെ ഉടമ്പടിയെ സൗഖ്യം, പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ സൗഖ്യം, 39 അടിപ്പിണരുകൾ, 39 ബേസിക് രോഗങ്ങൾ. സ്തോത്രം. അതെ, ക്രൂശിൽ സംഭവിച്ചത് കോസ് ഓഫ് സിക്നസ്, ശാപമാണോ അനുഗ്രഹമാണോ, അങ്ങനെ സ്തോത്രം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, സ്തോത്രം, ദൈവത്തിന്റെ ജനത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു വിരുന്നശാലയിൽ ഒരുക്കിയിരിക്കുന്ന ആഹാരം പോലെ, ഞാൻ ആവർത്തിക്കുന്നു, ദൈവജനത്തിന് വിരുന്നശാലയിൽ മേശമേൽ ഒരുക്കി വച്ചിരിക്കുന്ന ആഹാരം പോലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യമാണ് ദൈവിക സൗഖ്യം എന്ന് പറയുന്നത്. ഇന്ന് പകൽ ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നത്, ഐ ഗ്യാരണ്ടി ടെൽ യു, ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ അത്ഭുതകരമായി സൗഖ്യമാകുവാൻ വേണ്ടി പോകുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ആന്തരികങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ ആസ്തികളെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ മജ്ജയെ ദൈവം സൗഖ്യമാക്കുന്നു, നിങ്ങളുടെ മുഴുവൻ ദേഹത്തെയും അവൻ സൗഖ്യമാക്കുന്നു. അർത്ഥം, എല്ലാ പേശികളെയും ദൈവം സൗഖ്യമാക്കുന്നു. ചില വാക്യങ്ങൾ നമുക്ക് കേട്ടുപോകാമോ? സദൃശവാക്യം 3-ാം അധ്യായത്തിലേക്കും അതിനുശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, Proverbs chapter 3 അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവിടെ വേദപുസ്തകം പറയുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അർത്ഥം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ദ ഹോൾ ഹാർട്ട്. ദാറ്റ് മീൻസ്, സ്തോത്രം, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ വന്ന് ഈ ചെയറിൽ, ഈ കസേരകളിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന് കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയതായി ഞാൻ കണ്ടില്ല. ഇതിന് എൻ്റെ വെയിറ്റ് താങ്ങാൻ, എൻ്റെ 73 കിലോ താങ്ങാൻ ഇതിന് വെയിറ്റ് ഉണ്ടോ എന്ന്, സ്തോത്രം, അതേ ആരെങ്കിലും നോക്കിയതായി എനിക്കറിയാത്തില്ല. സ്തോത്രം. നിങ്ങളങ്ങ് ഇരിക്കുകയായിരുന്നു, പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങളങ്ങ് പെട്ടെന്ന് ഇരിക്കുകയായിരുന്നു. ആ കസേരയിൽ ഇത്രയും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ സൃഷ്ടിച്ച തമ്പുരാനിൽ എത്ര വലിയ വിശ്വാസമാണ് നിങ്ങൾ വയ്ക്കേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ, പകുതിയല്ല, പകുതി നിംസിനും കിംസിനും കൊടുത്തിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പറയല്ലേ, എനിക്കറിയാം, ഞാനിത് കുറച്ച് കണ്ടതാണ്. നോ, സ്വന്തം ഹൃദയത്തിൽ ഊന്നരുത്. സ്തോത്രം. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചു കൊള്ളുക. ദൈവം നിന്റെ പാതയെ നേരെയാകും. സ്തോത്രം. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 8-ാം വാക്യം, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും നിന്റെ അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. അത് നിന്റെ ആ നാഭിക്ക് ആരോഗ്യം, നിന്റെ അസ്ഥികൾക്ക് തണുപ്പമായിരിക്കും. നിങ്ങളുടെ അസ്ഥികൾക്ക് തണുപ്പായിരിക്കും. അസ്ഥി രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഇത് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കട്ടെ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ. സകല അസ്ഥി വേദനകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. നിങ്ങളത് വാദമെന്നായിരിക്കാം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ സൗഖ്യമാക്കട്ടെ. നിന്റെ നാഭിക്ക് ആരോഗ്യം, നിന്റെ അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അസ്ഥി പുറമേ കാണാൻ പറ്റത്തില്ല. നാഭി എന്ന് പറയുന്നത് അംബ്ലിക്കക്കോട്, അമ്മയിൽ നിന്ന്, സ്തോത്രം, അത് ആരോഗ്യം വലിച്ചൂറ്റി, അല്ലെങ്കിൽ സ്തോത്രം, പ്രോട്ടീൻ വലിച്ചൂറ്റിയാണ് ആ കുഞ്ഞ് വളർന്നത്. അമ്മയുടെ ഗർഭം മുതലേ ചുമന്നു വന്ന രോഗങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ സ്തോത്രം, നോക്ക്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, കർത്താവിന്റെ ആടിപ്പിണറുകളാൽ ഇന്ന് പകൽക്കാലം സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. അസ്ഥികൾ സൗഖ്യമാകുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. കടന്നു വന്നാട്ടെ. വീണ്ടും 4-ാം അധ്യായം, സദൃശവാക്യം 4-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെ. Proverbs chapter 4, സദൃശവാക്യം 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക. സ്തോത്രം. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. സ്തോത്രം. അസ്ഥികൾക്ക് മാത്രമല്ല, സർവ്വദേഹത്തിന് സൗഖ്യം ആകുന്നു. സ്വന്തം കരത്തെ മറുപടി ചേർത്ത് വെച്ചാട്ടെ. സ്തോത്രം. സർവ്വദേഹത്തിന് സൗഖ്യവും ആകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനെ കുറിച്ചാണ് 20-ാം വാക്യം പറയുന്നത്. 1, ദൈവത്തിൽ വിശ്വസിക്കുന്നു. 2, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നു. 20-ാം വാക്യം, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രവിത്തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കാം.
എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് ചെവി ചായ്ക്കുക. അടുത്തിരിക്കുന്നത് നോക്കി പറഞ്ഞാട്ടെ, വചനം അനുസരിക്കുക. പെട്ടെന്ന് പറഞ്ഞേ, വചനം അനുസരിക്കുമ്പോൾ, വചനം കേൾക്കാനുള്ളതല്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും സ്തോത്രം കേൾക്കാനുള്ളതല്ല. വചനം അനുസരിക്കുമ്പോൾ നിന്റെ സർവ്വദേഹത്തിലും ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു. ചുമ്മാ നടക്കുന്നവനെ അനുഗ്രഹിക്കുമെന്നല്ലോ ദൈവം പറഞ്ഞത്. ഈ ന്യായപ്രമാണത്തിലെ വചനം വീട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുമ്പോൾ, ആവർത്തന 28:1, ഈ ന്യായപ്രമാണത്തിലെ വചനം വീട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കുമ്പോൾ, തുടർന്നുള്ള 14 വാക്യങ്ങളുള്ള അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ സിദ്ധിക്കും. വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, വായിൽ നീ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും, എക്സെട്രാ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിന് ചെവി ചായ്ക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ദൈവമക്കളാക്കുന്ന നമ്മൾ അനുസരിക്കുമ്പോൾ, നാട്ടുകാരൻ അനുസരിക്കത്തില്ല, നമ്മൾ അനുസരിക്കും. നമ്മൾ എന്ത് വില കൊടുത്തും അനുസരിക്കും. പലപ്പോഴും സാഹചര്യം പ്രതികൂലമായിരിക്കും. പ്രതികൂലത്തിന്റെ നടുവിൽ ഇന്നലെയും പലർ ഇറങ്ങി വന്ന് സ്നാനപ്പെട്ടതുപോലെ, പ്രതിസന്ധിയിലും പ്രതികൂലത്തിന്റെ സമയത്തും ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, കർത്താവിന്, വചനമാക്കുന്ന കർത്താവിന് കൈയും കെട്ടി വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല. വചനം എവിടെയാണോ അനുസരിക്കുന്നത്, അവിടെ ദൈവം ഇറങ്ങി നിൽക്കും. ഏത് തീച്ചൂളയാണെങ്കിലും ശത്രുക്ക് മേശ അഭേദനകോപ് വചനം അനുസരിച്ചപ്പോൾ ദൈവം ആ തീയിൽ ഇറങ്ങി നിന്നതുപോലെ, വചനം എവിടെയാണോ അനുസരിക്കുന്നത്, ആ ICUയിൽ നിന്ന് ദൈവം തന്നെ പുറത്തു കൊണ്ടുവരും. ആ ഡോക്ടേഴ്സ് റൂമിൽ പിന്നെ കയറേണ്ട ഗതികേട് വരികയില്ല. ആ സ്ട്രോങ് മെഡിക്കേഷനിൽ നിന്ന് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ സർവ്വദേഹത്തിന് സൗഖ്യം. ബൈബിൾ പറയുന്നു, സർവ്വദേഹത്തിന് സൗഖ്യം ഉണ്ടാകും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഒരു വാക്യം കൂടെ, പുറപ്പാട് പുസ്തകം 23:25. ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു. ഇനി നോക്കണമേ, പുറപ്പാട് 23:25 നിങ്ങൾ വായിക്കുമ്പോൾ, അവിടെ ഇതാ ദൈവത്തിന്റെ ജനം ദൈവത്തെ സേവിക്കുന്നു. സ്തോത്രം. അതെ, പുറപ്പാട്, പുറപ്പാട്, എക്സഡസ് ചാപ്റ്റർ 23:25. പുറപ്പാട് പുസ്തകം, സ്തോത്രം, എക്സഡസ് ചാപ്റ്റർ 23:25. അവിടെ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കും. സേവിപ്പിൻ, സെർവ് ഹിം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തെ സേവിക്കണം. കേട്ടില്ല, ഒരിക്കൽ കൂടെ, ദൈവത്തെ സേവിപ്പിൻ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു. നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞേ, കേട്ടിരിക്കാനുള്ളതല്ല. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന വീട്, ദൈവത്തിൽ വിശ്വസിക്കുന്ന സഹോദരൻ സഹോദരി, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന വീട്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന സഹോദരൻ സഹോദരി, ദൈവത്തെ സേവിക്കുന്ന വീട്. സാത്താൻ ആ വീടിനെ നോക്കി പറയട്ടെ, എന്റെ ആയുധം ആ വീട്ടിൽ വില പോകത്തില്ല. കാരണം അത് സാധാ വീടല്ല, അത് കർത്താവിനെ, ദൈവത്തെ സേവിക്കുന്ന വീടാണ്. ഹല്ലേലൂയ. ആ വീട്ടിൽ AC ഉണ്ട്, ആ വീട്ടിൽ അതേ വലിയ വലിപ്പമുള്ള TV ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ വലിയ വിലയേറിയ കാർ കിടക്കുന്നു. നോ 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 നോ. അതിനേക്കാൾ ഉപരിയായി സകല വാഴ്ചകളും അധികാരങ്ങളും വിറച്ചുകൊണ്ട് പറയട്ടെ, അതും വല്ലാത്തൊരു വീട്. അത് 100% കർത്താവിനെ സേവിക്കുന്ന വീടാണ്. കർത്താവിനെ സേവിക്കുന്ന വീടാണെങ്കിൽ ആ പഞ്ചായത്തിൽ, ആ വീട്ടിൽ രോഗം കാണുകയില്ലെന്ന്. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയ്. അനാവശ്യമായ ഒരു പാരസിറ്റമോൾ പോലും, ഒരു ഡോളോ 6 ഫിറ്റ് പോലും നിന്റെ മുറ്റത്ത് കയറത്തില്ലെന്ന്. ഓ കമാൺ, എനിക്കത് കാണണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ടാബ്ലറ്റ് പോരട്ടെ, ടാബ്ലറ്റ് പോരട്ടെ. ടാബ്ലറ്റ് പിടിച്ചല്ല രാവിലെ സ്തോത്രം ദിവസം തുടങ്ങേണ്ടത്. കർത്താവേ സ്തോത്രം, എൻ്റെ അസ്ഥികൾക്ക് തണുപ്പാണ്, എൻ്റെ നാഭിക്ക് ആരോഗ്യമാണ്, എൻ്റെ അസ്ഥികൾക്ക് ബലമാണ്. കാരണം യഹോവ റാഫ എൻ്റെ അപ്പനാണ്. അവൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, അവൻ ആരോഗ്യത്തിന്റെ ദൈവമാണ്. ഇതാ ഞാൻ ആരോഗ്യവും രോഗശാന്തിയും വരുത്തി, സമാധാനത്തിന്റെ സത്യത്തിന്റെ സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപയാൽ എന്റെ ദൈവം ആരോഗ്യത്തിന്റെ ദൈവമാണ്. മക്കൾക്കുള്ള അപ്പം ആവശ്യമുണ്ടെന്ന് പറയുന്നവർ കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. സോ ബേസിക് പാരാമീറ്റർ ആണ്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നു, മാത്രമല്ല പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 5:14 വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, സഭയിൽ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പൻ. മൂപ്പനെ വിളിച്ചു വരുത്തുന്നത് കുറ്റം പറയാനല്ല, മറ്റുള്ളവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല. അവിടെ വേദപുസ്തകം പറയുന്നു, മൂപ്പന്മാരെ വിളിക്ക്, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ.
മൂപ്പൻ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഓ ഗോഡ്, സ്തോത്രം. ക്രൈസ്റ്റ് സെന്ററിലെ സകല ശുശ്രൂഷകന്മാർ കേൾക്ക്. സ്തോത്രം. ഇൻ ജീസസ് നെയിം. നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്, നഖമല്ല ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ സൗഖ്യത്തിന്റെ അനോയിന്റിംഗ് ഉണ്ട്, സൗഖ്യത്തിന്റെ ശക്തിയുണ്ട്. നീ കൈ വയ്ക്കോ, ജനം സൗഖ്യമാകണം. ചാൾസ് ഫ്രാൻസ് ഹണ്ടർ എന്ന് പറയുന്നതായ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. ചാൾസ് ഫ്രാൻസ് ഹണ്ടർ, സ്തോത്രം. അതെ, ചാൾസ് ഹണ്ടർ, ഫ്രാൻസ് ഹണ്ടർ. അവർ സ്തോത്രം ഇപ്രകാരമാണ് തങ്ങളുടെ സൗഖ്യത്തിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത്. പല സമയത്ത് ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി കരങ്ങളെ ഇങ്ങനെ നിവർത്തുമ്പോൾ, ശുശ്രൂഷയ്ക്കായി കരങ്ങളെ ഇങ്ങനെ നിവർത്തുമ്പോൾ, ആ വിരലുകൾ ഇങ്ങനെ നിവർത്തുമ്പോൾ മിന്നൽ പിണറുകൾ പോലെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ജനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ, വിരലുകൾ ഇങ്ങനെ നിവർത്തുമ്പോൾ ഹല്ലേലൂയ, മിന്നൽ പിണറുകൾ പോലെ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി അതേ ജനത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് ഇന്ന് പകൽക്കാലം ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ഈ കരങ്ങൾ സൗഖ്യത്തിന്റെ വിടുതലിന്റെ കരങ്ങളാകട്ടെ. ഒരിക്കൽ കൂടെ സൗഖ്യത്തിന്റെയും കരങ്ങളുടെയും അതേ വിരലുകളാകട്ടെ. സൗഖ്യത്തിന്റെ കരങ്ങൾ, ഓ സ്തോത്രം, വിടുതലിന്റെ വിരലുകൾ. ഇൻ ജീസസ് നെയിം ആ ഇംപാർട്ടേഷൻ വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മൂപ്പന്മാർ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു എന്ന്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്തോ ജനമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനമാണ്. 4 പ്രധാനപ്പെട്ട ഹീലിംഗ് പാരാമീറ്റേഴ്സ് ആണ് അവിടെ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, സ്തോത്രം, അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, 1 ദൈവത്തിൽ വിശ്വസിക്കുന്നു, 2 ദൈവവചനം അനുസരിക്കുന്നു, 3 സ്തോത്രം, അതെ 3 കർത്താവിനെ സേവിക്കുന്നു, 4 ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, സേവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജന. ഹേ, നിങ്ങളുടെ പ്രയോറിറ്റി അതാണ്.